ചേച്ചിയോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനൊന്നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിടിച്ചിരിക്കാനൊന്നും ഞാൻ നിൽക്കില്ല. പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഞാൻ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വന്തം സഹോദരിയുടെ ഭർത്താവായിട്ട് ഒരു പെണ്ണ് ഒളിച്ചോടി പോയിരുന്നു. അതിനുശേഷം അവർ വീഡിയോയിൽ ഒരു ലൈവൊക്കെ എടുത്തിട്ടതിന് ശേഷം ഇനി ഞങ്ങളെ പിന്തുടർന്ന് വരരുതെന്നൊക്കെ പറഞ്ഞ ആ ഒരു ഭർത്താവ്, അതുപോലെ തന്നെ ഈ ഒരു ഭാര്യയുടെ സഹോദരിയും ആണ് ഒളിച്ചോടി. അവർ ഇരുന്ന് ഭയങ്കര ലൈവിൽ ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ കാണിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇങ്ങനത്തെ ഉള്ളവരൊക്കെ ഈ ലോകത്ത് അനുഭവിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ എന്തേലുമൊക്കെ അനുഭവിക്കണമെന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ രണ്ടാമത്തെ ഒരു വീഡിയോ കൂടെ ഇടുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തുണ്ടെങ്കിൽ ഈ ഒരു പെണ്ണ് പറയും, സ്വന്തം ചേച്ചിയെടുത്ത് പറയുകയാണ്, എനിക്ക് ഈ ചേട്ടനില്ലാതെ ജീവിക്കാനൊന്നും പറ്റത്തില്ല, ഞാനുണ്ടെങ്കിൽ പിടിച്ചൊന്നും വെക്കത്തില്ല, ചേച്ചിക്ക് വന്ന് കാണണമെങ്കിൽ ചേച്ചിക്ക് വന്ന് കാണാം, കൊച്ചുങ്ങൾക്കും വന്ന് കാണാമെന്ന് പറഞ്ഞതാണ് ആ ഒരു ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞത്. അത് കണ്ടപ്പോൾ എനിക്ക് ഇത്രയും കൂടെ ദേഷ്യം കൂടി. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് സംസാരിക്കാൻ പറ്റും, അത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചു മാറ്റിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഉളുപ്പുമില്ലാതെ സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേന് ഒരു അടി വെച്ചാണ് കൊടുക്കാൻ തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നതെന്ന് പറഞ്ഞാൽ അവൻ ഈ ഒരു പെണ്ണിനെ ചതിച്ചു എന്ന് പറയുന്നത്. ഈ ഒരു പെണ്ണിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോണൊക്കെ പണയം വെച്ചിട്ടാണ് ഗുരുവായൂരിൽ ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് താമസിച്ച കല്യാണം കഴിക്കാനൊക്കെ വേണ്ടി. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇവനുണ്ടെങ്കിൽ ഈ കയ്യിലുണ്ടായിരുന്നതൊക്കെ എടുത്തുകൊണ്ട് ഓടിപ്പോയി എന്നാണ് അറിയാൻ പറ്റിയത്. ഇതുവരെ അപ്ഡേറ്റ് കിട്ടിയേക്കുന്നത് അങ്ങനെ ഓടിപ്പോയി എന്നാണ് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്. അത് എത്രമാത്രം കറക്റ്റാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ബട്ട് എന്നാലും ഒരു 90% ഈ ഒരു ഇത് ഇങ്ങനെ പറയുന്ന ഒരു കറക്റ്റായിട്ടുള്ള കാര്യമാണെന്നാണ് ഇതുവരെ വന്നേക്കുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കർമ്മ എന്ന് പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് തിരിച്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു ദിവസം പോലും കഴിഞ്ഞില്ല, അതിനുള്ളിൽ തന്നെ കർമ്മ ഹിറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. സ്വന്തം ചേച്ചിയെ പറ്റിച്ചിട്ട് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ടാണ് വന്നത്. 2 കുട്ടികളുണ്ട്, അവരെങ്ങനെ ഇനി പുറത്തിറങ്ങി നടക്കുന്നു അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാതെ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി സ്വന്തം ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ച ഈ പെണ്ണിന് അത് തന്നെ കിട്ടണം. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിനെയൊക്കെക്കാൾ മെയിനായിട്ടുള്ള ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അവനാണ്. ഈ ഒരു പെൺകുട്ടിക്ക് ചിലപ്പോൾ ബോധമൊന്നും കാണത്തില്ല, അവർ എന്തെങ്കിലും ഇവൾ ചെയ്ത തെറ്റ് തന്നെ, പക്ഷെ തെറ്റല്ലെന്ന് പറഞ്ഞു ഇവളെ ബോധം ഇല്ലായ്മ കൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിച്ചത്. പക്ഷെ അവൻ ചേച്ചിയെ കല്യാണം കഴിച്ച് പനിയത്തെ ഉപയോഗം കഴിഞ്ഞപ്പോഴത്തേന് അതും കഴിഞ്ഞ് ഇങ്ങനെയുള്ളവന്മാരെ കൈ കിട്ടിയ ഇവനൊക്കെയാണ് യഥാർത്ഥ ശിക്ഷ കിട്ടേണ്ടത്. മറ്റേ പെണ്ണിന് ശിക്ഷ അർഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. ബട്ട് ഇവനുണ്ടെങ്കിൽ അതിനൊന്നും ചെറിയ ശിക്ഷ കിട്ടിയാൽ പോരാ, വലിയ ശിക്ഷ തന്നെ കിട്ടണം. അത് ഈ പെൺകുട്ടിക്ക് കിട്ടിയതിനേക്കാൾ വലിയ ശിക്ഷ. കാരണം സ്വന്തം അതായത് ആദ്യ ഭാര്യയായിട്ടുള്ള ഈ പെണ്ണിൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ചു, അതിൽ മക്കളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം അനിയത്തി ഇതേ കണക്ക് കല്യാണം കഴിക്കാൻ ശ്രമിക്കുന്നു, ഉപയോഗം കഴിഞ്ഞപ്പോൾ ഇപ്പം വിട്ടുപോകുന്നു. ഇവന് ചെറിയ ശിക്ഷയൊന്നും കിട്ടിയാൽ പോലെ വലിയ ശിക്ഷ കിട്ടണം. അതൊരിക്കലും അവൻ മറക്കാൻ പറ്റാത്ത അത്ര ശിക്ഷ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇവനൊക്കെ പഠിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള 2 സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ചതിന് അവൻ പഠിക്കണം.